നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സന്റെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഒരു കാഷ്വൽ കാര്യമല്ല. ഈ പേഴ്സൺ ആരാണ്, എന്താണ്, എങ്ങനെയാണ് അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ പോണത്, എന്താണ് അവരുടെ ഇന്റൻഷൻസ് ഉള്ളത്, എന്താണ് ഇവിടെ ഫ്യൂച്ചർ ഉള്ളത്, നമ്മൾക്ക് ഇപ്പോൾ അത് നോക്കാം. ഇത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി. ഈ സമയത്ത് നിങ്ങളുടെ കറൻറ്റ് എനർജി ഇവിടെ 5 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കണേ. അപ്പോൾ 5 ഓഫ് സോഡ്സ് ഒരു നെഗറ്റീവ് എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ സഹിച്ചു, പാസ്റ്റിൽ റിലേഷൻഷിപ്സ് വർക്കൗട്ട് ചെയ്തില്ല, കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ചില റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നിങ്ങൾ ഈ നെഗറ്റീവ് എനർജി വിട്ടിട്ട് ഇപ്പോൾ ഒരു പീസ്ഫുൾ എനർജിയിലേക്കാണ് പോകാൻ നോക്കണത്. നിങ്ങൾക്കിപ്പോൾ ഡ്രാമ ഒന്നും വേണ്ട നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ് നിങ്ങൾ നോക്കണത്. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വേണം, ഫാമിലി ലൈഫ് വേണം, കുട്ടികൾ വേണം. അങ്ങനത്തെ എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ. അപ്പോൾ റീസെൻ്റ്ലി മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ കാണുന്നത് ഈ പേഴ്സൺ, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ഈ പേഴ്സൺ എങ്ങനെയാണ് അവർ എൻട്രി ചെയ്യാൻ പോണത് എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ വരാൻ പോണത് വെച്ചാൽ, ഈ പേഴ്സൺ കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ് കൊണ്ടുവരണേ. ഓക്കെ, ഇതൊരു പുതിയ പേഴ്സൺ ആവാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ മുമ്പേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഈ പേഴ്സൺ ഒരു കുറേ സ്റ്റേബിൾ എനർജിയാണ് കൊണ്ടുവരണത്. അപ്പോൾ ഇവർ കാഷ്വൽ ആയിട്ടല്ല വരണേ, അവർ കുറേ ഒരു സീരിയസ് ഇൻറ്റൻഷൻ വെച്ചിട്ട് തന്നെയാണ് വരണേ. അവർ കുറേ ഒരു ഗിവിങ് എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയാൻ ഹെസിറ്റേറ്റ് ചെയ്യില്ല. അവർ ഓപ്പൺലി കാണിക്കും അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർ ആ എനർജിയും എഫേർട്ട് ഇടുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഈ പേഴ്സണെ കുറിച്ച് നമ്മൾക്ക് അറിയണം വെച്ചാൽ, ഈ പേഴ്സൺ ഈ സമയത്ത് അവരുടെ എനർജി എന്താ വെച്ചാൽ, അവരൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ്, കുറേ വെൽ സെറ്റിൽഡ് ആണ്. ഓക്കെ, ഒരു ബിസിനസ് മാൻ ആവാം, ഇല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ആവാം, കുറേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, നല്ലൊരു ലക്ഷറി ലൈഫാണ് ജീവിക്കണത്. അപ്പോൾ പൈസ ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട് ഫിനാൻഷ്യലി. ഇവരാരോ നിങ്ങൾ അറിയണ പേഴ്സൺ ആണ്. അപ്പോൾ അറിയണ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ ആരാണെന്ന്. പക്ഷെ നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് മുമ്പേ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മേ ബി നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും, അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ എവിടെയോ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ഏതോ ഒരു കോമൺ ഫാമിലി ഫങ്ഷൻ അങ്ങനെ എവിടെയെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതല്ല വേറെ ആരോ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഒരു കണക്ഷൻ ഉണ്ടായില്ല, കുറേ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് ഇപ്പോൾ തിരിച്ച് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണേ. അപ്പോൾ ഇതൊരു അറിയണ പേഴ്സൺ ആണ്. ഞാൻ കാണുന്നത് ഈ പേഴ്സൺ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായാലും അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റിയില്ല. ലൈക്ക് ആ ഫസ്റ്റ് ടൈം നിങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ആ സമയത്ത് ഇത് പ്രോഗ്രസ് ചെയ്തില്ല, ഇത് വർക്ക് ചെയ്തില്ല. ഈ പേഴ്സൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതല്ല വെച്ചാൽ അവരുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് എന്താണെന്ന് വെച്ചാൽ, അവരൊരു ട്രഡീഷണൽ പേഴ്സൺ ആണ്. ഓക്കെ, അവർ ഒരു ഫാമിലി, സൊസൈറ്റി, സ്റ്റെബിലിറ്റി, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് സെറ്റുള്ള പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ അവരൊരു കാഷ്വൽ ആയിട്ടല്ല വരണേ. അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു സീരിയസ് ലോങ് ടേം മാരേജ്, കല്യാണം, കുട്ടികൾ, അങ്ങനത്തെ ഒരു എനർജി വെച്ചിട്ടാണ് വരണേ. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ കുറേ ഒരു സ്റ്റേബിൾ ഇൻറ്റൻഷൻ ആണ്, ഒരു ജെന്വിൻ ഇൻറ്റൻഷൻ ആണ്. അവർ ഇങ്ങനെ ഈസിലി ഗിവ് അപ്പ് ചെയ്യാത്ത ഒരു പേഴ്സൺ ആണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, ചാലഞ്ചസ് ഉണ്ടായാലും അവർ റിലേഷൻഷിപ്പിൽ ഉടനെ വിട്ടുപോയില്ല. എന്ന് വെച്ചാൽ അവർ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലും അത് അവർക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പറഞ്ഞാൽ അവർക്ക് അത് ഫേസ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷനും ഉണ്ട്. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല ഇത്. ഇതുവരെ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു.
തുടക്കത്തിൽ ഇതൊരു സോഡിയാക് സ്പെസിഫിക് റീഡിംഗ് അല്ല. ഓക്കെ, ഇതൊരു സിറ്റുവേഷൻ ബേസ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണ് ഇപ്പോൾ വെച്ചാൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. അപ്പം ഞാൻ കാണുന്നത് ഈ പേഴ്സൺ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് അവർ മനസ്സിൽ വെച്ചണേ എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ അവർ ഞാൻ പറഞ്ഞ മാതിരി എന്തോ പാസ്റ്റിൻ്റെ അവരുടെ എന്തോ സിറ്റുവേഷൻ വിട്ടിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള പ്ലാനാണ്. അവർക്ക് നിങ്ങളുടെ കൂടെ സ്റ്റേബിൾ ഫ്യൂച്ചർ വേണം. അപ്പോൾ ഞാൻ കാണുന്നത് ഇവർ ട്രാവൽ ചെയ്തിട്ടുമായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. നിങ്ങൾ രണ്ടാളും താമസിക്കേണ്ടത് ഒരു സ്ഥലത്തായിരിക്കില്ല. അവർക്കൊരു പേടിയുണ്ട് മനസ്സിൽ. അത് നിങ്ങൾ അറിയില്ല എങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് അവർക്ക് അറിയില്ല. ഇവരുടെ ലൈഫിലും മുമ്പേ കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ നിങ്ങളെ ഒരു ലക്കി പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഹോപ്പ് ഉണ്ട് അത് ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ലക്ക് മാറും, അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് അത് അവർക്കൊരു ഹോപ്പ് ഉണ്ട് മനസ്സിൽ. ഓക്കെ, അപ്പോൾ ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടോ ഇല്ല, ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ 3 of Wands ആണ് ആദ്യത്തെ കാർഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് എന്താ കാണുന്നത് വെച്ചാൽ ഈ വെയിറ്റിംഗ് എനർജി, ഇതൊരു ഡിസ്റ്റൻസിൻ്റെ എനർജിയും ആവാം. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട് വെച്ചാൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. അപ്പോൾ കുറേ ഒരു വെയിറ്റിംഗ് എനർജി കാണാണ്ട് അത് ചിലപ്പോൾ ഒരു പ്രശ്നമാവാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ ഫാമിലി അതും ഒരു പ്രശ്നമാവാം. മേ ബി ഫാമിലിയുടെ കാര്യത്തിൽ ഒരു ആക്സെപ്റ്റൻസ് കിട്ടാനുള്ള പ്രോബ്ലം ഉണ്ടാവും. പിന്നെ പറഞ്ഞ മാതിരി ഇവർ കുറച്ചൊരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഒരു പേഴ്സൺ ആണ്. അപ്പോൾ അവർ ഫാമിലീനെ കുറേ കാര്യമാക്കുന്നുണ്ട്. അവരെന്താ പറയണ വെച്ചാൽ അതുമാതിരിയാണ് ഈ പേഴ്സൺ ഫോളോ ചെയ്യണത്. ഇവരുടെ ലൈഫിൽ മുമ്പേയും ഒരു മാരേജ് ഇല്ലച്ച ഒരു ഫാമിലിയുടെ എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ചിലവർക്ക് ഈ പേഴ്സൺ ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൺ ആവാം. ഓക്കെ, അവരെന്തോ വിട്ടിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണ എനർജിയിലാണ്. അപ്പോൾ മേ ബി അവരുടെയും ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് ആ പാസ്റ്റിൽ അവർക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഞാൻ ഔട്ട്കം കാണുന്നത്? ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് കുറേ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി. അപ്പോൾ കുറേ ലവിൻ്റെ എനർജിയാണ് ഇത്, കുറേ ഇമോഷൻസിൻ്റെ എനർജിയാണ് ഇവിടെ. ഡെഫിനറ്റ്ലി ഒരു ക്രഷ്, ഒരു ഇൻഫാറ്റുവേഷൻ കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്. കുറേ റൊമാൻറ്റിക് പേഴ്സൺ ആണ് ഇവർ. ഞാൻ കാണുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേഗം വരാൻ പോകണ്ട എന്ന് വെച്ചാൽ ഇപ്പോൾ അത്ര സമയം എടുക്കില്ല, ഉടനെ ഉണ്ടാവാൻ പോണ എനർജിയാണിത്. മേ ബി കുറച്ചൊരു ദിവസങ്ങൾ ഇല്ലച്ചാ ചില കുറച്ച് മേ ബി 1 or 2 വീക്സിൻ്റെ എനർജി ആവാം. പക്ഷെ ഡെഫിനറ്റ്ലി ഇത് ഉണ്ടാവുന്നത് ഇപ്പോൾ അത്ര ഡിലേ ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഇവിടെ എന്താ വന്നിരിക്കണമെന്ന് വെച്ചാൽ ക്ലിയർലി യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി വെക്കണം മനസ്സിൽ. ഓക്കെ, പ്രാക്ടിക്കലായി ചിന്തിക്കുക. ക്വീൻ ഓഫ് സോഡ്സ് ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. എല്ലാം കാര്യങ്ങൾ ഫസ്റ്റ് പ്രാക്ടിക്കലി വേണം ചിന്തിക്കാൻ. ആൻഡ് കാര്യങ്ങൾ സ്ലോ ആയിട്ട് എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഉടനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. ഈ പേഴ്സണിൻ്റെ എന്താണ് പറഞ്ഞാൽ അവരെ കുറച്ചുകൂടിയും ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ രണ്ടാളും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങിയിട്ട് ഇതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യണമെന്ന് നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് മതി തീരുമാനം എടുക്കുക. ഞാനിവിടെ ഡെഫിനറ്റ്ലി സക്സസ് കാണുന്നുണ്ട്. പക്ഷെ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി അപ്രോച്ച് വയ്ക്കാനാണ് യൂണിവേഴ്സ് പറയണേ. നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് വന്നിരിക്കണം എന്താ വെച്ചാൽ മേക്ക് ദ എഫേർട്ട്. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ എഫേർട്ട് ഇടുക, പക്ഷെ ധൃതിപ്പാട് വേണ്ട, ഒരു റഷ്ഡ് എനർജി വേണ്ട, ഒരു തീരുമാനം ഇപ്പോൾ ഉടനെ എടുക്കണം എന്ന് അങ്ങനെയല്ല മെസ്സേജ് വന്നിരിക്കണേ. സമയമെടുത്ത് തീരുമാനം എടുത്താൽ മതി, പക്ഷേ ഡെഫിനറ്റ്ലി എഫേർട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് വന്നിരിക്കണം ഇവിടെ. ഇൻഫാക്റ്റ് ഈ മെസ്സേജ് പറയണത് എന്താ വെച്ചാൽ ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അപ്പം നല്ല മെസ്സേജാണ് വന്നിരിക്കണേ ഇവിടെ. സൈൻസ് കുറേ പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, ടോറസ് ഉണ്ട്,
ടോറസ് വർഗോ കാപ്രിക്കോൺ പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ അങ്ങനത്തെ എനർജീസ് ആണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ മാതിരി സൈൻ സ്പെസിഫിക് റീഡിംഗ് അല്ല. അപ്പൊ എനിക്ക് സയൻസ് അങ്ങനെ എടുത്ത് പറയണം എന്നില്ല. എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സിംഗിൾ ആരാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ഇത് ഈ റീഡിങ് അപ്ലൈ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. ഈ റീഡിങ്ങിനെ ക്ലെയിം ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ട്.